നിരുപമ. രചന ബീന CK. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ CN നൂഞ്ഞേരി. 7 വർഷത്തെ ബാംഗ്ലൂർ വാസത്തിന് ശേഷം നിരുപമയും അവളുടെ അമ്മ രാധികയും കേരളത്തിലേക്ക് മടങ്ങി വരികയാണ്. ലേഡീസ് കമ്പാർട്ട്മെന്റിലെ വിൻഡോ സീറ്റിൽ ചാരി പുറത്തേക്ക് നോക്കിയിരുന്നവൾ ട്രെയിൻ മുന്നോട്ട് പോകുമ്പോൾ പിന്നോട്ട് സഞ്ചരിക്കുന്ന കാഴ്ചകൾ പോലെ തന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിലെ നല്ലതും ചീത്തയുമായ സംഭവങ്ങൾ ഓർക്കവേ അവളുടെ ഇടനെഞ്ച് വിങ്ങി. ഇവൾ നിരുപമ വാസുദേവൻ, രാധിക വാസുദേവൻ ദമ്പതികളുടെ ഏക മകൾ. +2 ഫൈനൽ എക്സാം കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്നു. അവളുടെ അച്ഛൻ വാസുദേവൻ പാലക്കാടിലെ ഒരു സ്റ്റീൽ ഫാക്ടറിയിൽ പ്ലാന്റ് ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യുന്നു. അമ്മ രാധിക ഒരു സാധാരണ വീട്ടമ്മ. ഫുൾ A+ വാങ്ങി നിരുപം +2 പാസ്സായതും അവൾ തന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് കേരളത്തിന് പുറത്തെവിടെയും പോയി ഡിഗ്രി ചെയ്യണം. അതിനെന്താ മോളെ, മോൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തോളൂ. അദ്ദേഹം അവൾക്ക് അനുവാദം കൊടുത്തു. ആയിടക്കാണ് വാസുദേവന് ബാംഗ്ലൂരിലെ പുതിയ ഫാക്ടറിയിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. അച്ഛന് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ അവളേറെ സന്തോഷിച്ചു. അങ്ങനെ നിരുപമയും അച്ഛനും അമ്മയും കൂടി ബാംഗ്ലൂർക്ക് പോയി. അവൾ അവിടെ ഒരു പ്രശസ്തമായ കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നു. BA ഇംഗ്ലീഷ് ആയിരുന്നു അവൾ പഠിക്കാനായി തിരഞ്ഞെടുത്തത്. അച്ഛന്റെ ബാംഗ്ലൂരിലെ ജോലിയും അവളുടെ പഠനവും അമ്മയുടെ ഗൃഹഭരണവുമായി അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോയി. അങ്ങനെ അവർ ബാംഗ്ലൂരിലെത്തിയിട്ട് 2 വർഷം കഴിഞ്ഞു. അവൾ 5ാം സെമസ്റ്റർ ക്ലാസ്സുകൾ തുടങ്ങി. ഒരു ദിവസം അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞ് കോളേജിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. അവൾ വേഗം ഹോസ്പിറ്റലിൽ എത്തി. അപ്പോഴേക്കും അവിടെ അവളുടെ അച്ഛനും എത്തിയിരുന്നു. അവർ വരുമ്പോൾ രാധിക ICUവിലാണ്. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. പിന്നെ അവരുടെ ചികിത്സയും മറ്റുമായി 2 പേർക്കും. ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് നിരുപമം കൃത്യമായി കോളേജിലെത്താൻ സാധിച്ചിരുന്നില്ല. 5ാം സെമസ്റ്റർ അവള് 8 നിലയിൽ പൊട്ടി. ഒരു ദിവസം നിരുപമയും വാസുദേവനും കൂടി രാധികയുടെ മാസം തോറുള്ള ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോയി മടങ്ങും വഴി രാധികയ്ക്കുള്ള മരുന്ന് വാങ്ങാൻ വാസുദേവൻ റോഡ് ക്രോസ് ചെയ്തു. പെട്ടെന്നെതിരെ നിയന്ത്രണം വിട്ട് പാഞ്ഞു വന്ന ഒരു കാറ് വാസുദേവനെ ഇടിച്ച് തെറിപ്പിച്ചു. തന്റെ കൺമുമ്പിൽ തന്റെ ഭർത്താവിന് അപകടം സംഭവിച്ചുകൊണ്ട് രാധികയ്ക്ക് വീണ്ടും ഹാർട്ട് അറ്റാക്ക് വന്നു. നട്ടിലിന് പരിക്കേറ്റ് ശരീരം തളർന്ന അച്ഛനെയും ഹൃദ്രോഗിയായ അമ്മയെയും ചികിത്സിക്കാൻ അവൾ നന്നേ പാടുവിട്ടു. വാസുദേവൻ കമ്പനിയിൽ നിന്നും VRS എടുത്തു. PF കിട്ടിയ തുക കൊണ്ട് ഓപ്പറേഷൻ ചെയ്തതിനും പ്രയോജനമൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ സഹപ്രതികളുടെ സഹായം കൊണ്ട് കുറച്ചുനാൾ പിടിച്ചിരുന്നു. പിന്നെ അവരിൽ നിന്നും സഹായമൊന്നും കിട്ടാതെയായി. സാമ്പത്തികം മോശമായതിനെ തുടർന്ന് അവളുടെ പഠനവും പൂർണ്ണമായി നിലച്ചു. അച്ഛന്റെയും അമ്മയുടെയും ചികിത്സക്കും വീട്ടു ചെലവിനും മാർഗമില്ലാതായി. വാസുദേവന് മാസാമാസം കിട്ടുന്ന പെൻഷൻ തുക കൊണ്ട് ഒരുവിധം അവൾ വീട്ടു ചെലവ് നടത്തിപ്പോന്നു. തന്റെ മാതാപിതാക്കൾ കൃത്യമായ രീതിയിൽ മരുന്ന് കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവൾ ആ മാസത്തെ പെൻഷൻ തുക കൊണ്ട് 2 പേരെയും ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. അവളുടെ അമ്മയെ ചികിത്സിക്കുന്ന ഡോക്ടറായ റോഹിത് അരകനോട് അവൾ തന്റെ ദയനീയാവസ്ഥ പറഞ്ഞു. അദ്ദേഹം ഇവരുടെ ദയനീയാവസ്ഥയ്ക്ക് അറുതി വരുത്താൻ ഒരു ഉപായം തേടി ആ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ജാൻസിയെ വിളിച്ചു വരുത്തി. ഡോക്ടർ റോയിയുടെ വൈഫാണ് അവർ. അവർ രണ്ടാളും കൂടിയാലോചിച്ചൊരു തീരുമാനത്തിലെത്തി. അവർ നിരുപമയെ തനിച്ച് അവരുടെ ക്യാബിലേക്ക് വിളിപ്പിച്ച കാര്യം പറഞ്ഞു. ഗൈനിക്കൽ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് വരുന്ന ദമ്പതികളിൽ സ്ത്രീയുടെ യൂട്രസിന് കട്ടിയില്ല. അവർ 3 പ്രാവശ്യം ഗർഭിണിയായെങ്കിലും ആ 3 പ്രാവശ്യം അബോർഷൻ ആവുകയായിരുന്നു. നിരുപമയും ഫാമിലിയും സമ്മതിക്കുകയാണെങ്കിൽ അവരുടെ ചികിത്സകളോ പണം നൽകാം. പകരം നിരുപമ ഒരു സറോഗേറ്റീവ് മദർ ആവണം. അതായത് IVF ട്രീറ്റ്മെന്റിലൂടെ ആ ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കണം. അവർക്ക് ആലോചിച്ചൊരു തീരുമാനം അറിയിക്കാൻ ഒരാഴ്ച സമയം കൊടുത്തു. താനിപ്പോൾ ഒരു ജോലിക്ക് പോയാൽ തളർന്നു കിടക്കുന്ന അച്ഛനെ ഹൃദ്രോഗിയായ അമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് നോക്കാൻ സാധിക്കില്ല. താൻ ജോലിക്ക് പോയാലും 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ തന്നെ കൊണ്ട് ഒട്ടും പറ്റില്ല. ഒന്നാമത് ഡിഗ്രി പാതി വഴി. അതുകൊണ്ട് നല്ലൊരു വരുമാനമുള്ള ജോലി കിട്ടില്ല. അച്ഛൻ്റെയും അമ്മയുടെയും ചികിത്സക്കും തങ്ങളുടെ നിത്യചെലവിനും പിന്നെ തനിക്ക് തുടർന്ന് പഠിക്കാനുള്ള പണം അവർ നൽകും. പകരം അവരുടെ കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കണം. വാടക ഗർഭപാത്രം, അതായത് സറോഗസി, ഇപ്പൊ രക്തദാനം പോലെയും അവയവദാനം പോലെയും സർവ്വസാധാരണമായിരിക്കുന്നു. ഇത് അവർക്കും തങ്ങൾക്കും പരസ്പര സഹായമാണ്. മക്കളില്ലാത്ത ദമ്പതികൾക്ക് അവരുടെ രക്തത്തിൽ പ്രത്യേക ട്രീറ്റ്മെന്റിലൂടെ ഗർഭിണിയായി അവരുടെ കുഞ്ഞിനെ പ്രസവിച്ച് നൽകുന്നു. പകരം തന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചികിത്സക്കുള്ള പണം അവർ നൽകുന്നു. നിരുപമ അച്ഛനെയും അമ്മയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവൾ സമ്മതം അറിയിച്ചു. അങ്ങനെ നിരുപമ ഒരു സറോഗേറ്റഡ് മദറായി. അവളുടെ അച്ഛനെയും അമ്മയും ചികിത്സിക്കാനുള്ള പണം അവരവരുടെ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്തു. നിരുപമയുടെ വീട്ടിലെ ജോലിക്കും അവളുടെ ആരോഗ്യ സംരക്ഷണത്തിനൊക്കെയായി 2 പേരെ ജോലിക്ക് നിർത്തിയവർ. 1.5 മാസത്തിലുള്ള ആദ്യ സ്കാനിങ്ങിൽ ആ ദമ്പതികൾക്ക് ഇരട്ടി മധുരവുമായി നിരുപമയുടെ വയറ്റിലുള്ളത് ഇരട്ട കുട്ടികളാണെന്ന് അറിഞ്ഞു. പക്ഷേ നിരുപമയെ അമ്മയെ അധികം കഷ്ടപ്പെടുത്താതെ എന്നാൽ അതീവ ദുഃഖം നൽകി അവളുടെ അച്ഛൻ വാസുദേവൻ ഒരു സൈലന്റ് അറ്റാക്കിലൂടെ മരണത്തെ പുൽകി. നിരുപമയ്ക്ക് 8ാം മാസമായപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 9ാം മാസമായപ്പോൾ അവൾ നോർമൽ ഡെലിവറിയിലൂടെ ഒരു ആൺകുഞ്ഞിനും പെൺകുട്ടിക്കും ജന്മം നൽകി. അവരുണ്ടാക്കിയ ഉടമ്പടി പ്രകാരം അവൾ കുഞ്ഞുങ്ങൾക്ക് 6 മാസം മുലപ്പാൽ നൽകണം. സഞ്ജീവ് നിരുപമ ദമ്പതികൾക്ക് വേണ്ടിയാണ് നിരുപമ വാസുദേവൻ സറോഗേറ്റ് മദറായത്. നിരുപമയും അമ്മ രാധികയും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സഞ്ജീവിന്റെയും നിരുപമയുടെയും വീട്ടിലേക്ക് വന്നു. 28ാം നാൾ കുഞ്ഞുങ്ങളുടെ നൂലുകെട്ടും നാമകരണവും അതിഗംഭീരമായി നടത്തി. സഞ്ജനയും നിരഞ്ജനും, അതാണ് കുഞ്ഞുങ്ങൾക്കിട്ട പേര്.
കുഞ്ഞുങ്ങളുടെ കളിച്ചിരികളുമായി 6 മാസങ്ങൾ കടന്നുപോയി. എഗ്രിമെന്റ് പ്രകാരം നിരുപമ കുഞ്ഞുങ്ങളെ പിരിയേണ്ട സമയമായി. രാധികക്കും നിരുപമക്കും കുഞ്ഞുങ്ങളെ പിരിയാൻ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. എങ്കിലും അവർ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി. നിരുപമയും അമ്മയും അവർ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. അമ്മയുടെ ഹാർട്ട് ഓപ്പറേഷൻ നടത്തി. അതിനുശേഷം അവൾ തന്നെ മുടങ്ങിപ്പോയ പഠനം പുനരാരംഭിച്ചു. BA-യും തുടർന്ന് B.Ed.ഉം പൂർത്തിയാക്കി. ഇതിനിടയ്ക്ക് ഒരിക്കൽ പോലും അവർ ആ കുഞ്ഞുങ്ങളെ കാണാൻ ശ്രമിച്ചില്ല. അവരുടെ എഗ്രിമെന്റ് പ്രകാരം അതിനുള്ള അനുവാദമില്ലായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ബാംഗ്ലൂർ നഗരത്തിനോട് യാത്ര പറഞ്ഞ് കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ്. അവരുടെ നാടായ പാലക്കാടിന് പോകാതെ അവർ ആലപ്പുഴക്കാണ് വരുന്നത്. അവിടെ അവൾക്ക് ഒരു സ്കൂളിൽ ടീച്ചറായി ജോലിയിട്ടിരിക്കുകയാണ്. ഗായത്രി വിദ്യാമന്ദിർ LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ്. നിരുപമയും അവളുടെ അമ്മ രാധികയും തങ്ങളുടെ താമസത്തിന് തെരഞ്ഞെടുത്ത സ്കൂളിനടുത്ത് തന്നെയുള്ള ഒരു വീടാണ്. സ്കൂൾ തുറന്നു 2 ദിവസം കഴിഞ്ഞാണ് നിരുപമ സ്കൂളിൽ ജോയിൻ ചെയ്തത്. അവൾക്ക് ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ കുട്ടികളെയാണ് പഠിപ്പിക്കേണ്ടത്. അവൾ ജോയിൻ ചെയ്ത ദിവസം ആദ്യത്തെ പീരീഡ് അവർക്ക് ക്ലാസ്സിലായിരുന്നു. അവൾ താൻ സ്റ്റാഫ് റൂമിൽ തനിച്ചിരുന്ന് ബോറടിക്കണമല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് HM അവളോട് പറയുന്നത്, നിരുപമ ടീച്ചറെ, LKG Aയിൽ പഠിപ്പിക്കുന്ന സ്റ്റെഫി ടീച്ചർ വരാൻ അല്പം വൈകും. ടീച്ചർ ഈ പീരീഡ് ഫ്രീ അല്ലേ? ആ കുട്ടികളെ അല്പസമയം നടക്കിയിരുത്താമോ? അത് കേട്ടപ്പോഴേ അവൾക്ക് സന്തോഷമായി. ജോയിൻ ചെയ്ത ആദ്യ ദിവസം തന്നെ ആദ്യ പീരീഡ് വെറുതെ ഇരിക്കണല്ലോ എന്ന് പറഞ്ഞ സങ്കടമായിരുന്നു. അതെന്താ ടീച്ചർ, ഞാൻ പോവാലോ? ആൾ വേഗം അറ്റൻഡൻസ് ബുക്ക് എടുത്തുകൊണ്ട് ക്ലാസ്സിൽ ചെന്നു. ഒരുപാട് കുട്ടികളൊന്നുമില്ല, ആകെ 12 പേർ. 6 പെൺകുട്ടികളും 6 ആൺകുട്ടികളും. ആൺകുട്ടികളുടെ സൈഡ് പെൺകുട്ടികളുടെ സൈഡ് എന്ന വ്യത്യാസമില്ലാതെ ഒരു ബെഞ്ചിൽ 2 പേർ, ഒരാൺകുട്ടി ഒരു പെൺകുട്ടി എന്ന രീതിയിലാണ് അവർ ഇരുത്തിയിരിക്കുന്നത്. അവൾ ക്ലാസ്സിലെത്തിയപ്പോൾ അവളെ കണ്ട് 4 മിഴികൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അവൾ കുട്ടികളെല്ലാവരെയും പരിചയപ്പെടുകയാണ്. 10 പേരെ പരിചയപ്പെട്ടു. 11ാമത്തെ ആളോട് പേര് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ സ്റ്റെഫി ടീച്ചർ വന്നു. ടീച്ചറിന് ക്ലാസ് റൂം വിട്ടുകൊടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ഒരു വിരുദ്ധൻ എഴുന്നേറ്റെന്ന് ചോദിച്ചു, ടീച്ചറുടെ പേരെന്താ? നിരുപമ. അവൾ പേര് പറഞ്ഞിട്ട് അവർ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പുറത്തേക്ക് പോയി. ടീച്ചറുടെ പേര് കേട്ടതും ആ 2 ജോഡി കണ്ണുകൾ വീണ്ടും വിടർന്നു. അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ഉച്ചയ്ക്ക് മുമ്പുള്ള 3 പീരീഡും നിരുപമയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം പ്രൈമറി ക്ലാസ് കേട്ട കൊച്ചു പ്ലേ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു നിരുപമ. അപ്പോഴാണ് LKGയിലെ 2 കുട്ടികൾ അവൾക്ക് അരികിലേക്ക് എത്തിയത്. അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. നല്ല ഓമനത്വം തോന്നിക്കുന്ന ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും. കുട്ടികൾ പെട്ടെന്ന് അവളുടെ ഇരുകൈകളിലും പിടിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു, അമ്മേന്റെ ഇത്രയും നാളും ഞങ്ങളെ കാണാൻ വരാഞ്ഞേ, ഞങ്ങളോട് പിണക്കാണോ? ആ കുഞ്ഞുങ്ങളുടെ ചോദ്യം കേട്ട് അവൾ ഞെട്ടിയൊരു പകപ്പോടെ അവരോട് ചോദിച്ചു, അമ്മ, ഞാൻ നിങ്ങളുടെ അമ്മയാണ്. നിങ്ങളോട് ആരോ പറഞ്ഞേ? ഞങ്ങളുടെ അച്ഛൻ. അച്ഛനോ? നിങ്ങളുടെ അച്ഛന്റെ പേരെന്താ? സഞ്ജീവ്. അവൾ ഞെട്ടിപ്പോയി. പെട്ടെന്ന് അവൾ ആ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ മുട്ടുത്തിന്നുകൊണ്ട് അവരുടെ കവിളിൽ കൈ ചേർത്തുകൊണ്ട് വിറയലോട് അവരോട് ചോദിച്ചു, മക്കളുടെ പേരെന്താ? എന്റെ പേര് സഞ്ജന, ഇതിന്റെ ഏട്ടൻ നിരഞ്ജൻ. ആ ഒരു പേര് പറഞ്ഞു അവൾക്ക് തലയിട്ടുന്ന പോലെ തോന്നി. അവൾ വേഗം എഴുന്നേറ്റ് സ്റ്റാഫ് റൂമിലേക്ക് കയറി തന്റെ സീറ്റിൽ വന്നിരുന്നു. അപ്പോഴേക്കും ലഞ്ച് ബ്രേക്കിന് ശേഷം കുട്ടികൾ ക്ലാസ്സിൽ കയറാനുള്ള ബെല്ലടിച്ചു. നിരുപമൻ തന്റെ ബാഗ് തുറന്ന് ബോട്ടിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളം കുടിച്ചു. ബോട്ടിൽ ബാഗിൽ വെച്ചു. അവൾക്ക് ദേഹം തളരുന്ന പോലെ തോന്നി. അവൾ തന്റെ ബാഗും എടുത്ത് ഓഫീസിലേക്ക് ചെന്ന് HMനോട് തനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് ലീവ് എഴുതി കൊടുത്തു. അവൾ നേരെ വീട്ടിലേക്ക് ചെന്നു. അവൾ ദൂരെ നിന്ന് വരുന്ന കണ്ടപ്പോൾ തന്നെ വീട്ടിൽ ജോലിക്കിൽ നിന്ന് ഗോമതി ചേച്ചി വന്ന് ഡോർ തുറന്നു. അവൾ തന്റെ ബാഗ് ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് നേരെ അമ്മയുടെ റൂമിലേക്ക് പോയി. രാധിക ഉച്ചക്കത്തെ മരുന്നും കഴിച്ചിട്ട് മയങ്ങി കിടക്കുകയായിരുന്നു. അവൾ വന്ന് അമ്മയുടെ അരികിൽ കിടന്നു. ഒരു കൈ കൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു. അവളുടെ ഏങ്ങലടി കേട്ടാണ് രാധിക ഉണർന്ന്. അവരെ എഴുന്നേറ്റിരുന്ന ആദ്യയോടെ ചോദിച്ചു, എന്ത് പറ്റി മോളെ? എൻ്റെ മോൾക്ക് നെഞ്ചുപൊട്ടി കരയാനും മാത്രം എന്താ സംഭവിച്ചേ? ഇന്ന് നീ ജോലി കയറി ആദ്യ ദിവസമല്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എൻ്റെ മോളെ വേദനിപ്പിച്ചോ? അതോ നിനക്ക് കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റിയില്ലേ? അവൾ അതൊന്നുമല്ല നിർത്തത്തിൽ തലയാട്ടി. പിന്നെ എന്താ എൻ്റെ മോൾക്ക് പറ്റിയത്? അത് അമ്മേ, അവരവിടെ ഉണ്ട്. ആര്? എൻ്റെ മക്കള്. ആര് പറഞ്ഞു? അതിനിവിടെ ആർക്കെങ്കിലും അറിയോ നീ പെറ്റതാണെന്ന്? അറിയില്ല. പിന്നെ എങ്ങനെ നീ അറിഞ്ഞു അവരിവിടെ ഉണ്ടെന്ന്? ഞാനിത് മക്കളെ കണ്ടു. എന്നിട്ട് അവർ നിന്നെ തിരിച്ചറിഞ്ഞോ? അല്ല, നീ എങ്ങനെ അറിഞ്ഞു അത് നീ പെറ്റ കുഞ്ഞുങ്ങളാണെന്ന്? അവർക്ക് 6 മാസം കഴിഞ്ഞതിന് ശേഷം നീ അവരെ കണ്ടിട്ടില്ല. അവരുടെ ഒരു ഫോട്ടോ പോലും നിന്റെ കയ്യിലില്ല. പിന്നെ എങ്ങനെയാ? ഞാനല്ല, അവരെ തിരിച്ചറിഞ്ഞ്. എൻ്റെ മക്കൾ അവരെന്നെ തിരിച്ചറിഞ്ഞ്. അല്ല മോളെ, ആ കുഞ്ഞുങ്ങൾ എങ്ങനെയാ നിന്നെ തിരിച്ചറിഞ്ഞ്? അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല അമ്മേ. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ അവരുടെ അച്ഛൻ പറഞ്ഞു എന്നാ പറഞ്ഞ്. പക്ഷേ മോളെ, നീ അവരെ പ്രസവിച്ചു എന്നേ ഉള്ളൂ. അവരുടെ അമ്മ സഞ്ജീവിന്റെ ഭാര്യ നിരുപമയാണ്, നീയല്ല. പക്ഷെ ആ സഞ്ജീവ് എന്തിനാ കുട്ടികളോട് നീയാണ് അമ്മ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്?
അറിയില്ലമ്മേ, നാളെ ഞാൻ ഓഫീസിൽ നിന്ന് അവരുടെ അഡ്രസ്സ് ഫോൺ നമ്പർ കിട്ടുമോ നോക്കട്ടെ. ഇതേ സമയം സ്കൂൾ വിട്ടു. കുട്ടികൾ സ്കൂൾ ബസ്സിൽ നടന്നൊക്കെ വീട്ടിൽ പോകാൻ തുടങ്ങി. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ അവരുടെ അച്ഛനും അവർ വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ സഞ്ജീവും വന്നു തന്റെ മക്കളെ കൊണ്ടുപോകാൻ. സ്കൂൾ ബാഗും വാട്ടർ ബോട്ടിലൊക്കെയായി ക്ലാസ് റൂമിന്റെ മുന്നിലായി തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്ന രണ്ടാളും. അയാൾ വേഗം മക്കളുടെ അടുത്തെത്തി. തന്റെ മക്കളുടെ പൂനിലാവുദിച്ച പോലെയുള്ള മുഖഭാവം കണ്ട് അവൻ ചോദിച്ചു, എന്താണ് രണ്ടാളൊന്നും വലിയ സന്തോഷത്തിലാണല്ലോ? എന്തുപറ്റി? അത് അച്ഛാ, ഞങ്ങൾ ഇന്ന് അമ്മയെ കണ്ടു. അപ്പൊ ഇന്ന് രണ്ടാളും ക്ലാസ്സിൽ നിന്ന് ഉറങ്ങിയല്ലേ? ഞങ്ങളുടെ പൊന്നച്ഛ, ഞങ്ങൾ ഇന്ന് ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ അമ്മയെ കണ്ടതേ ഞങ്ങളുടെ ക്ലാസ്സിലാ. അമ്മയാ ഇവിടുത്തെ ടീച്ചർ. നിങ്ങൾ പറഞ്ഞ സത്യാണോ? നിരുപമ നിങ്ങളുടെ അമ്മ ഇവിടെ ഉണ്ടോ? അതെ അച്ഛാ, ഞങ്ങൾ അമ്മയോട് ചോദിച്ചിരുന്നു ഞങ്ങളെ കാണാൻ വരാത്ത എന്താന്ന്. പക്ഷെ അമ്മയൊന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോ അമ്മ ബാഗ് എടുത്തോണ്ട് പോയി. അവളിവിടെ ടീച്ചറാണെന്നല്ലേ പറഞ്ഞേ? വാ, നമുക്ക് ഓഫീസ് ചോദിക്കാം. ആ ഒരു ഓഫീസിലെത്തി HMനെ കണ്ടു. നിരുപമ ടീച്ചറുടെ അഡ്രസ്സ് ചോദിച്ചു. HM പറഞ്ഞു, അഡ്രസ്സിന്റെ ഒന്നും ആവശ്യമില്ല, ടീച്ചർ താമസിക്കുന്ന സ്കൂളിന്റെ അടുത്ത് തന്നെയാ. ആ ഒരു വഴി പറഞ്ഞു കൊടുത്തു. വേഗം തന്നെ സഞ്ജീവ് കുട്ടികളെയും കൂട്ടി നിരുപമയുടെ വീട്ടിലെത്തി. ഏതോ വണ്ടി മുറ്റത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ഗോമതി വന്ന് ഡോർ തുറന്നു. ഒരു ചെറുപ്പക്കാരൻ യൂണിഫോം ഇട്ട് 2 ചെറിയ കുട്ടികളുമായി നിൽക്കുന്നു. അവൾ കാര്യം തിരക്കിയപ്പോൾ നിരുപമ ടീച്ചറെ കാണാമെന്നാണെന്ന് പറഞ്ഞു. അവൾ അവരോട് കയറിയിരിക്കാൻ പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. രാധികയുടെ റൂമിലിരുന്ന നിരുപമയോട് ഒരാൾ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി. നിരുപമ വാഷ്റൂമിൽ പോയി മുഖം കഴുകിയിട്ട് ഹാളിലേക്ക് വന്നു. ആൾക്ക് പിന്നാലെ രാധികയും. ആളിരിക്കുന്നവരെ കണ്ട് രണ്ടാളും സ്തംഭിച്ചു നിന്നു. തങ്ങളെ കണ്ട് സ്തംഭിച്ച് നോക്കി നിൽക്കുന്ന അവരെ കണ്ട് സഞ്ജീവ് എഴുന്നേറ്റു. രാധിക അവനോട് ചോദിച്ചു, എഗ്രിമെന്റ് പ്രകാരം നിങ്ങളെയോ കുഞ്ഞുങ്ങളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളോട് എന്താണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? സത്യം മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. എന്ത് സത്യം? മിസ്റ്റർ സഞ്ജീവിന്റെയും മിസ്സിസ് നിരുപമ സഞ്ജീവിന്റെയും രക്തത്തില് നിരുപമ വാസുദേവൻ എന്ന എന്റെ വാടകഗൃഹപാത്രത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ഞാനിങ്ങനെ അമ്മയാവും? അതിലൊരു തിരുത്തുണ്ട് മിസ് നിരുപമ വാസുദേവൻ. നിരുപമ സഞ്ജീവിന്റെ രക്തത്തിലല്ല, നിരുപമ വാസുദേവന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളെന്നാണ്. അവൻ പറഞ്ഞൊന്നും വിശ്വസിക്കാനാവാതെ അവൾ അവനെയും കുട്ടികളെയും മാറി മാറി നോക്കി. ഞാനിതൊന്നും വിശ്വസിക്കില്ല. നിരുപമ താനിതൊന്നും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് താൻ ഈ മെഡിക്കൽ റിപ്പോർട്ട് നോക്ക്. എന്നിട്ട് താൻ വിശ്വസിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുക. സഞ്ജീവ് തന്റെ ഫോണിലെ ഗ്യാലറിയിൽ നിന്ന് കുറച്ച് മെഡിക്കൽ റിപ്പോർട്ടിന്റെ ഫോട്ടോസ് അവൾക്ക് കാണിച്ചു കൊടുത്തു. അതിൽ അവൾക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങൾ അവൻ പറഞ്ഞു കൊടുത്തു. അതായത് മിസ്സിസ് നിരുപമയ്ക്ക് ഇനി ഒരിക്കലും ഗർഭം ധരിക്കാനോ പ്രസവിക്കാനോ സാധ്യമല്ല. അവൾക്ക് അക്കൗണ്ട് 0 അതുകൊണ്ട് തന്നെ IVF എന്ന ട്രീറ്റ്മെന്റും സാധ്യമല്ല. അപ്പൊ ഈ അഗ്രിമെന്റ് സറോഗസിക്ക് എന്തിനായിരുന്നു? അപ്പൊ ഞാൻ പ്രസവിച്ച കുട്ടികൾ? അത് അവൾക്ക് കുട്ടികൾ കൂടിയേ തീരൂ, അതും എന്നിൽ നിന്ന് തന്നെ. പക്ഷെ എനിക്കറിയില്ലായിരുന്നു അവൾക്ക് ഇനി ട്രീറ്റ്മെന്റിൽ കൂടി കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന്. അവൾ ആ ഡോക്ടറും കൂടി സമ്പ്രദായമായിട്ട് നമ്മളെ ചതിച്ചു. IVF ട്രീറ്റ്മെന്റായി ഞാൻ കൊടുത്ത എന്റെ ജീവന് ആ ഡോക്ടർ തന്റെ ഉദരത്തിലേക്ക് നേരിട്ട് നൽകിയായിരുന്നു. ഈ ചീറ്റിംഗ് മിസ്റ്റർ സഞ്ജീവ് എങ്ങനെ അറിഞ്ഞു? അവൾ സംശയത്തോടെ ചോദിച്ചു. ഇവരുടെ സംസാരം ശ്രദ്ധിച്ച ഒരു നല്ല നേഴ്സ് അവൾ ഈ റിപ്പോർട്ടെല്ലാം എനിക്ക് അയച്ചു തന്നു. ഞാൻ ഈ വിവരം അറിഞ്ഞിട്ട് 2 വർഷമായി. നിരുപമ മരിച്ചിട്ടും. നിങ്ങളുടെ ഭാര്യ മരിച്ചെന്നോ? എങ്ങനെ? അവൾ ഈ റിപ്പോർട്ടെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോന്ന്. അവൾ ആദ്യം എതിർത്തെങ്കിലും പിന്നെ സമ്മതിച്ചു. അവളും ഡോക്ടറും കൂടി സാധിച്ച എന്നെ മാത്രമല്ല, സറോഗസി എന്ന ട്രീറ്റ്മെന്റിനെയും മെഡിക്കൽ എത്തിക്സിനെയും തന്നെയും തന്റെ കുടുംബത്തെയുമാണ്. കുറ്റബോധം താങ്ങാനാവാതെ അവൾ സൂയിസൈഡ് ചെയ്തു. അവളോട് ക്ഷമിക്കാൻ എനിക്ക് ഇനിയും സാധിച്ചിട്ടില്ല. ഇനിയെങ്കിലും എൻ്റെ മക്കൾക്ക് അവരുടെ യഥാർത്ഥ അമ്മയുടെ സ്നേഹം വേണം. നിരുപമ അത് അവർക്ക് നിഷേധിക്കരുത്. അത് ഒരു സംശയം, കുട്ടികൾ അവർക്ക് എന്നെ എങ്ങനെ അറിയാം? അന്ന് നൂലുകെട്ടിൻ്റെ അന്നെടുത്തൊരു ഫോട്ടോയിൽ താനുണ്ടായിരുന്നു. അതിന് ഞാൻ ഫോട്ടോ എടുക്കാനും നിന്നില്ലല്ലോ. താൻ നിന്നില്ല, പക്ഷേ ദൈവം തന്നെ നിർത്തി. അതുകൊണ്ടല്ലേ നമ്മുടെ മക്കൾക്ക് അവിടെ യഥാർത്ഥമ്മയെ കണ്ടപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചത്. ഇതിനിടയിൽ ഗോമതി രാധികയും കൂടി കുഞ്ഞുങ്ങൾക്ക് പാലും ഇലയടയും കഴിക്കാൻ കൊടുത്തു. വിശപ്പുമാറിയ കുട്ടികൾ അവരുടെ അമ്മമ്മയുമായി നല്ല കൂട്ടായി. കുറച്ചു സമയം കഴിഞ്ഞ് രാധിക വന്ന് അവരോട് ഇനി ഭാവി കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു. അമ്മ തീരുമാനിക്കുമെന്ന് രണ്ടാളും പറഞ്ഞു. അമ്മയുടെ തീരുമാനം പറഞ്ഞു. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ എൻ്റെ മകളെ, അല്ല ഈ കുഞ്ഞുങ്ങളുടെ അമ്മയെ താലി കെട്ടി അവളെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കൂ. ഈ കുഞ്ഞുങ്ങളുടെ അവകാശം നിഷേധിക്കാൻ ആർക്കും അധികാരമില്ല. അധികം വൈകാതെ തന്നെ സഞ്ജീവ് നിരുപമ വാസുദേവന്റെ കഴുത്തിൽ താലിയാർത്തി. നിരുപമ സഞ്ജീവാക്കി മാറ്റി. ആ മക്കളുടെ ജനന സർട്ടിഫിക്കറ്റിലുള്ള പോലെ അമ്മയുടെ സ്ഥാനത്തുള്ള പേരിന് ഒരു മാറ്റവും വരാതെ തന്നെ